ഇന്ന് നമ്മൾ പുതിയൊരു യാത്ര പുറപ്പെടുകയാണ്. ഡൽഹിയിൽ നിന്ന് തുടങ്ങുന്ന യാത്ര വളരെ മനോഹരമായ എന്നാൽ വളരെ കുറച്ച് മാത്രം എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലോട്ടാണ്. ഡൽഹിയിൽ നിന്ന് ഗുവാഹട്ടി വരെ ട്രെയിനിൽ, ശേഷം ആസാമിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചൊരു ടാക്സി യാത്ര. കേരളമെന്നും തോന്നും വിധം പച്ചപ്പ് നിറഞ്ഞ ആസാം, നെൽവയലും ചീനവലയും മുളങ്കാടും നിറഞ്ഞ പ്രകൃതിയുടെ ഒരു മനോഹാരിത. മനുഷ്യരുടെ രൂപത്തിലും ഭാവത്തിലും അതുപോലെ തന്നെ ഭാഷയിലും വേഷത്തിലൊന്നും കേരളവുമായിട്ട് യാതൊരു ബന്ധമില്ലെങ്കിലും പ്രകൃതിയുടെ കാര്യത്തിൽ നമ്മൾ കേരളത്തിൽ എത്തിയെന്ന് തോന്നും വിധം വളരെ മനോഹരമാണ്. അതിനിടയിലാണ് സാരി എടുത്ത കുറച്ച് സ്കൂൾ കുട്ടികൾ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഞാൻ നമ്മുടെ ഡ്രൈവറുടെ അടുത്ത് കാര്യം അന്വേഷിച്ചു. അപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് അത് സാരിയല്ല, അത് ആസാമിൻ്റെ ട്രഡീഷണൽ ഡ്രസ്സായിട്ടുള്ള മേഖല ചാദറാണെന്ന്. ട്രഡീഷൻ നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അത് സ്കൂൾ യൂണിഫോമിൻ്റെ ഭാഗമാക്കി മാറ്റിയതാണത്രേ. ഓരോ നാടിനും ഓരോരോ സംസ്കാരങ്ങൾ, ഒരുപാട് കഥകളും ഓരോ നാടിന് പറയാനുണ്ട്. ആസാമിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്ത് നമ്മുടെ വാഹനം ആസാം അരുണാചൽ ബോർഡറിലെത്തി. ILP ചെക്കിങ് കഴിഞ്ഞ് നമ്മൾ അരുണാചലിലോട്ട് പ്രവേശിച്ചു. ഇന്നർ ലൈൻ പെർമിറ്റ് എന്ന് പറയും. ഇപ്പോൾ ഇന്ത്യയിൽ അരുണാചലിലും നാഗാലാൻഡും മിസോറാമിലും മണിപ്പൂരിലോട്ടൊക്കെ പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പെർമിഷൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ തൽക്കാലം നിർത്തുന്ന അരുണാചലിലെ വിശേഷങ്ങൾ നമ്മൾ അടുത്തൊരു വീഡിയോയിൽ പറയാം.